ഈശോലേറ്റസ് ഞാൻ പറഞ്ഞ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ്. നമുക്ക് ഒരുപാട് നന്നായിട്ട് നമുക്ക് കാണാപ്പാടം എന്നോണം അറിയാവുന്ന ഒരു ഉപമയാണ്. ഈ ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ റെഫർ ചെയ്യുന്ന ഒരു വിശുദ്ധ ലിഖിതമുണ്ട്. നമ്മൾ അതാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായി തീർന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ഒരു പഴയ നിയമത്തിലെ ഒരു കോട്ട് ഈശോയോട് ഉദ്ധരിക്കുകയാണ്. ഈശോ ഇപ്രകാരം പറയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് തീർന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തില് ഈ ഒരു അവസ്ഥ വരാം. അതായത് ഒരു കാലഘട്ടത്തില് നമ്മളെല്ലാവരും തഴഞ്ഞിട്ടിരുന്ന ഒരു അവസ്ഥ, ആർക്കും വേണ്ട, എല്ലാവരും നമ്മളെ കളിയാക്കുന്നു, എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നു, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുന്നു, അങ്ങനൊരു അവസ്ഥ വരാം. പക്ഷെ ഈശോ പറയുകയാണ്, ബൈബിളിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈശോ പറയുകയാണ്, ഇപ്രകാരം ഒരു ലിഖിതമുണ്ട്. അതെന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ അത് മൂലക്കല്ലായി തീർന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഒറ്റയ്ക്കാക്കി മൂലക്കിരുത്തിയാലും നമ്മളെ തള്ളിക്കളഞ്ഞാലും ദൈവം പ്രവർത്തിച്ചാൽ നമ്മളെ മൂലക്കല്ലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. മനുഷ്യരുടെ മുമ്പിൽ ഇത് അത്ഭുതകരമായിട്ട് തോന്നിയേക്കാം. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ നമ്മളോട് ഈശോ പറയുകയാണ്, നീ നിരാശപ്പെടണ്ട, നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഒരുപക്ഷെ നിന്നെല്ലാവരും മാറ്റി നിർത്തിയേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. നീ നിരാശപ്പെടണ്ട. ദൈവം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയാൽ നീ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറും എന്നുള്ളതാണ്. ദൈവം പ്രവർത്തിക്കുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് സാധിക്കണം. ആ സമയത്ത് ദൈവം പ്രവർത്തിക്കും, ആളുകൾക്ക് ഇത് അത്ഭുതകരമായിട്ട് തോന്നുകയും ചെയ്യും. ഈ ഒരു പ്രതീക്ഷയോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.